തൃശൂർ വെളപ്പായയിൽ TTE ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ TTE കെ വിനോദാണ് മരിച്ചത്. പ്രതിയെ പാലക്കാട് നിന്ന് പിടികൂടി. ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. തൃശൂരിൽ നിന്ന് സൂരജ് സജി, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവർ ചേരുന്നു. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ, ഈ പ്രതിയെ ഇപ്പോൾ തുടർ നടപടികൾക്കായി അല്ലെങ്കിൽ വൈദ്യപരിശോധനയ്ക്കായി ഇറക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ഗോകുൽ, പ്രതിയെ ഇപ്പോൾ ഈ RPF സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ പ്രതിയെ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. നേരെ കൃത്യം നടത്തിയ അതേ ട്രെയിനിൽ തന്നെ ഈ പാലക്കാട്ട് എത്തിച്ച പ്രതിയെ RPF സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്കാണ് പ്രതിയെ കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പ്രതിക്ക് കാലിന് പരിക്കുണ്ട്. പ്രതി ഈ സംഭവം നടക്കുന്ന സമയത്ത്, കൃത്യം നടക്കുന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നു. പോലീസിനോട് RPF ഉദ്യോഗസ്ഥരോട് പറഞ്ഞതും ആ തരത്തിൽ തന്നെയാണ്. തനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, തന്നോട് പിഴയെടുക്കണമെന്ന് പറഞ്ഞു. താൻ പിഴയടച്ചു. എന്നാൽ പിഴയടച്ചിട്ടും തന്നെ ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കാൻ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. അപ്പോഴുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് പ്രതി പറയുന്നത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. DYSPയുടെ സാന്നിധ്യത്തിലാണ് ഇവിടുന്ന് പ്രതിയെ കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിലേക്കാണ് പ്രതിയെ കൊണ്ടുപോകുക. അതിദാരുണമായിട്ടുള്ളൊരു സംഭവം, എലത്തൂർ സംഭവം നടന്ന ഏതാണ്ട് ഒരു വർഷം തികയുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വീണ്ടും ട്രെയിനിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു അരും കൊല എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു കൊലപാതകം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ട്രെയിൻ സുരക്ഷ എത്രത്തോളം, ട്രെയിൻ യാത്രയുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടേണ്ടതാണ് ഈ സംഭവം. ഒരു TTE തന്നെ, ട്രെയിൻ ടിക്കറ്റ് ആവശ്യപ്പെട്ട ഒരു TTE തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിനോദിന്റെ സാഹചര്യം, TTE ആയിരുന്ന വിനോദിന്റെ സാഹചര്യമൊക്കെ നമ്മൾ സൂരജിലൂടെ അറിഞ്ഞു. 3 ആഴ്ച മുൻപ് മാത്രമാണ് മഞ്ഞുമല്ലെ പുതിയ വീട്ടിലേക്ക് അദ്ദേഹം താമസമായത്. അതിനുശേഷം ഒരു യാത്ര പോയി, അതായത് ഒരു ജേണി, ഒഫീഷ്യൽ ജേണി പൂർത്തിയാക്കി മടങ്ങി വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഈ പ്രതി ഈ ട്രെയിനിൽ കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. 6 TTEമാരാണ് ആകെ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഒരാൾക്കാണ് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അതുകൂടാതെ വിനോദ് അടക്കം 5 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ വനിതകളായിരുന്നു. അവരുടെ എല്ലാം മൊഴി ഇതിനോടകം തന്നെ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ളൊരു സംഭവം, കേരളത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിലേക്കാണ് നേരെ കൊണ്ടുപോകുക. വിശദമായ ചോദ്യം ചെയ്യലടക്കം തൃശ്ശൂരിൽ എത്തിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ സംഭവം കേട്ട ഉടനെ തന്നെ വലിയ ഞെട്ടലാണ് റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം. കാരണം അവർക്ക് തന്നെ ഒരു കാരണവശാലും കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു ടിക്കറ്റ് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രതിയെ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഏതായാലും ആരാണ് പിടികൂടിയത്, റെയിൽവേ പോലീസിന് കൈമാറിയത്, ട്രെയിനിലെ മറ്റ് യാത്രക്കാരാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്? ഗോകുൽ, ട്രെയിനിലുണ്ടായിരുന്ന മറ്റാളുകൾ, അതായത് ഈ ട്രെയിനിലുണ്ടായിരുന്ന ഇതേ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം RPFന് നൽകുന്നത്. തുടർന്ന് RPF ഉദ്യോഗസ്ഥർ എത്തുകയും ഈ പ്രതിയെ കണ്ടെത്തുകയുമായിരുന്നു. ആ സമയത്ത് ട്രെയിനിൽ കിടക്കുകയായിരുന്നു ഈ പ്രതി. ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റിലെ ഒരു സീറ്റിൽ കിടക്കുകയായിരുന്നു ഈ പ്രതി. അവിടെ നിന്ന് ഈ പ്രതിയെ പിടികൂടുകയും ശേഷം പാലക്കാട് ഇറക്കി നേരെ ഈ RPF സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പ്രതി മദ്യലഹരിയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് ചോദ്യം ചെയ്തപ്പോഴും പ്രതി മദ്യലഹരിയിൽ തന്നെയാണ്. പ്രതി പറയുന്ന കാര്യം, താൻ ഫൈൻ അടച്ചിരുന്നു, താൻ ഫൈൻ അടച്ചിട്ടും ഈ കമ്പാർട്ട്മെന്റിൽ നിൽക്കാൻ അനുവദിച്ചില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പ്രതി പറയുന്ന കാര്യം. ഇത് മാത്രമല്ല, ഈ തള്ളിയിട്ട സമയത്ത് കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തിയിരുന്നു. എന്നാലും അതും വിഫലമാവുകയായിരുന്നു. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. എലത്തൂർ സംഭവം നടന്ന് കൃത്യം 1 വർഷം തികയുന്ന സമയത്ത് തന്നെ മറ്റൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം കൂടി ഈ കേരളത്തിൽ തന്നെ ട്രെയിനിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രതി ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ, മൊഴിയെടുപ്പ്, ഇതെല്ലാം ഇനി അവിടെ നിന്നാണ് ഉണ്ടാവുക, തൃശ്ശൂരിൽ നിന്നാണ് ഉണ്ടാവുക. അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്തൊരു കേസ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അവിടേക്കാണ് പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്ന TTEമാരടക്കം ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സ്മിത. ശരി നിഖിൽ, ഏതായാലും ഇപ്പോൾ ആ പ്രതിയെ, TTE വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതിയെ പാലക്കാട് നിന്ന് RPF തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. സംഭവം നടന്ന തൃശ്ശൂർ വെളപ്പായയിൽ വെച്ചാണ് അതിദാരുണമായ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത്. ടിക്കറ്റ് ചോദിച്ചതിനാണ്, അതിന് പിഴയടച്ച ശേഷം ആ പകയിൽ
പ്രതി ടി ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ദാരുണമായ സംഭവമാണ്.